നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തിയേക്കും. യുവതീ പ്രവേശനത്തിൽ സർക്കാർ പിന്നോട്ടെന്ന് സൂചന നൽകുന്നതാണ് മന്ത്രിമാരുടെയും മുതിർന്ന CPIM നേതാക്കളുടെയും പ്രതികരണങ്ങൾ. വിഷയത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷം ആവർത്തിച്ചു. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. സർക്കാരിന് അധികാരമുണ്ട്. ഇതാ ഞങ്ങളുടെ നിലപാടെന്ന് ഇപ്പോൾ പറഞ്ഞാൽ കോടതിക്കെതിരായി പോവില്ലേ? ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് നമ്മൾ വഴിവെച്ചുകൂടാ. തെളിച്ചു പറയുന്നില്ലെങ്കിലും ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ മുൻ നിലപാട് മാറ്റുമെന്നാണ് മന്ത്രിമാരുടെയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ ഉടൻ നിലപാട് വ്യക്തമാക്കേണ്ടെന്നാണ് സർക്കാരിന്റെ തന്ത്രപരമായ സമീപനമെങ്കിലും കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ട സമയം ആശങ്കയുണ്ടാക്കുന്നു. മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണമെന്നാണ് കോടതി നിർദ്ദേശം. ഇതിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനാൽ നിലപാട് ചർച്ചയാകും. സർക്കാർ നയം വ്യക്തമാക്കാത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? അപ്പൊ വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ്. അതേസമയം യുവതീ പ്രവേശത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റരുതെന്ന് KPMS ആവശ്യപ്പെട്ടു. സ്ത്രീ പുരുഷ സമത്വവും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന്, പുരോഗമന ആശയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ നിലപാട് പറയാതിരിക്കരുതെന്ന് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി 24-നോട് പറഞ്ഞു. വിഷയത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്ന് SNDP യോഗവും NSSും ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ച സമ്മതിച്ച് K ജയകുമാർ. ഓഡിറ്റർക്ക് ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവ്യക്തതയുണ്ട്. അയ്യപ്പ സംഗമം നടത്തിപ്പ് കണക്കുകളിലെ പൊരുത്തക്കേടിൽ വ്യക്തത വരുത്താനാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേർന്നത്. യോഗത്തിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ബോർഡിന്റെ വീഴ്ച സമ്മതിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പരിശോധിച്ചെന്നും റിപ്പോർട്ട് അന്തിമമല്ലെന്നും K ജയകുമാർ. ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ബോർഡിന്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമായത്. ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി പാലിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു അന്തിമമായ റിപ്പോർട്ടായി ഈ ബോർഡ് കരുതുന്നില്ല. കണക്കുകൾ ഓഡിറ്റ് ചെയ്ത ഏജൻസി ബില്ലുകളുടെ പൊരുത്തക്കേടിൽ വ്യക്തത വരുത്താൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. 10 ദിവസത്തിനകം റിപ്പോർട്ടിൽ കൃത്യത വരുത്തും. 26-ന് പുതുക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്നും K ജയകുമാർ പറഞ്ഞു. അതേസമയം അയ്യപ്പ സംഗമ നടത്തിപ്പിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആവശ്യപ്പെട്ട തുക നൽകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. 4,99,00,000 രൂപ മാത്രമേ ചെലവായി അംഗീകരിക്കാനാകൂവെന്ന് ദേവസ്വം ബോർഡ് ചർച്ചയിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തിൽ തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങി. അനസ്തേഷ്യ വിഭാഗം ഡോക്ടേഴ്സും സർജറി ഡോക്ടറും തമ്മിൽ തിയേറ്ററിനുള്ളിൽ നടന്ന തർക്കമാണ് കാരണം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. 2 മേജർ സർജറി, 3 മൈനർ സർജറി, അങ്ങനെ 5 ശസ്ത്രക്രിയകൾ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഡോക്ടർമാരുടെ തമ്മിൽ തല്ല് കാരണം ഇന്ന് ഈ ആശുപത്രിയിൽ ഒരു സർജറി പോലും നടന്നില്ല. ഒരു രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നു. അനസ്തേഷ്യ ഡോക്ടേഴ്സ് പുറത്തുനിന്ന അസിസ്റ്റന്റിനെ കൊണ്ടുവന്നതാണ് സർജറി ഡോക്ടറുമായുള്ള തർക്കത്തിന് കാരണം. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അനസ്തേഷ്യ അസിസ്റ്റന്റിനെ കൊണ്ടുവരാൻ നിയമമില്ല. തുടർന്നാണ് തിയേറ്ററിനുള്ളിൽ വെച്ച ഡോക്ടേഴ്സ് തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. അനസ്തേഷ്യൻ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. ഞാൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ അവിടെ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരമായിരുന്നു. അവർ വഴക്കിട്ടാണ് പോയത്. അനസ്തേഷ്യ ഡോക്ടേഴ്സായ ബിനിൽ, പ്രിയ, സർജറി ഡോക്ടർ ഗണേഷ് എന്നിവർ തമ്മിലാണ് വാക്കേറ്റം. ഡോക്ടേഴ്സിന്റെ തമ്മിൽ തല്ല് കാരണം മാസങ്ങളോളം കയറിയിറങ്ങി ശസ്ത്രക്രിയയ്ക്കായി ഡേറ്റ് ലഭിച്ച 5 രോഗികളാണ് വലഞ്ഞത്.
ഒരു 3-4 മാസം കൊണ്ട് നമ്മളിവിടെ കയറി ഇറങ്ങുകയാണ്. 2 പേർക്കും ഇന്നലെ മുതലേ ആഹാരം പോലും കൊടുക്കാതെ അവരെ എല്ലാം ചെയ്യാനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അത് ചെയ്തു. അതിനകത്ത് കൊണ്ടുപോയി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ വിഷയം നടക്കുന്നതും. പല രോഗികളും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. നിലവിൽ എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. എന്ന് സർജറി നടക്കുമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടില്ല. സാധാരണക്കാരായ തൊഴിലാളികളാണ് ESI ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അടിയന്തര ഇടപെടൽ വേണം. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നവജാത ശിശു മരിച്ചു. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. ഡോക്ടറുടെ ഗുരുതര ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചു. പൂർണ്ണ ഗർഭിണിയായ നിരഞ്ജനയെ ഇന്നലെയാണ് പരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ലേബർ റൂമിലേക്ക് മാറ്റിയ നിരഞ്ജനയെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സിസേറിയന് വിധേയയാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കുഞ്ഞ് മരിച്ച വിവരം അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, ബിന്ദു സുന്ദർ പറഞ്ഞു. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള നേഴ്സന്മാരും മയക്ക് കുത്തിക്കാൻ വന്ന ഡോക്ടർ എന്താ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബിന്ദു സുന്ദർ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരാണ് ചെയ്തത്. അപ്പോൾ ഭാര്യയോടൊപ്പം ചോദിച്ചപ്പോൾ ഭാര്യയും പറഞ്ഞു അവർ തന്നെ ചെയ്തത്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് ബന്ധുക്കൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഡോക്ടറുടെ അനാസ്ഥയാണ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്ന് ആരോപിച്ച ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. ആശുപത്രി സൂപ്രണ്ടിനെയും RDOയെയും പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് മറുപടി ലഭിക്കാതെ പിന്മാറില്ലായെന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ RDO ജയകുമാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രഞ്ജന കൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ ഡെലിവറിക്കായി വരികയും ഇന്ന് ഡെലിവറിക്കിടയിൽ കുട്ടി മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഭാഗത്തുനിന്ന് ഡോക്ടർ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കർശന നടപടി ഉണ്ടാകും. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് സർക്കാരിൽ സബ്മിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഉണ്ടാകും. ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ മുൻപും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ആ പരാതിയിൽ DMO തല അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പുതിയ ആരോപണം. ജിബിൻ JB, 24, തിരുവനന്തപുരം. കൊല്ലം നിലമേലിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിന് കാരണം ഭക്ഷ്യവിഷബാധയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. നിലമേൽ പ്ലാച്ചിയോട് സ്വദേശി റഷീദ ബീവിയുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. റഷീദ ബീവിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ സ്ഥിരീകരണത്തിനായി പത്തോളജി റിപ്പോർട്ട് കൂടി വരണമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് ഷാജിയും കുടുംബവും സുഹൃത്ത് കണ്ണനും ഉൾപ്പെടെ 6 പേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ സീഫുഡ് കഴിക്കാൻ പോയത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, മീൻമുട്ട. അത് കഴിഞ്ഞ് വന്ന വഴി ഇവര് ഛർദിലും കാര്യങ്ങളൊക്കെ ആയി. മീൻമുട്ട മേടിച്ച്, അപ്പ മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ പറയുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞു. പിന്നെ വെള്ളം ചോദിച്ച് അത് ഷാജിക്ക് ആള് തർച്ചിച്ച്. റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവർക്ക് അലർജി പ്രശ്നങ്ങളുണ്ട്. അതേസമയം സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാവിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാജിയുടെ ഭാര്യ സിജിമോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. 24, കൊല്ലം. നടി ആക്രമിക്കപ്പെട്ട് 9 വർഷം തികയുമ്പോൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി വിമൺ ഇൻ സിനിമ കളക്റ്റീവ്. സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ മെഴുകുതിരി തെളിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിലാണ് ചടങ്ങ് നടന്നത്. 2017 ഫെബ്രുവരി 17-നാണ് നടി ആക്രമിക്കപ്പെട്ടത്.
അതിനുശേഷം നടന്ന നിയമ പോരാട്ടങ്ങളുടെ ഓർമ്മ പുതുക്കിയും നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് WCC സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഒത്തുചേർന്നത്. അവൾക്കൊപ്പം ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം മാനവീയം വീതി, കൊച്ചി അബ്ദുൽ കലാം മാർഗ്, കോഴിക്കോട് മാനാഞ്ചിറ ഓപ്പൺ സ്റ്റേജ് എന്നിവിടങ്ങളിൽ മെഴുകുതിരി തെളിയിച്ചു. അവൾക്കൊപ്പമാണ് സത്യവും നീതിയുമെന്നും അതുകൊണ്ടാണ് കേരളമൊട്ടാകെ അവൾക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതെന്നും പരിപാടിയിൽ പങ്കെടുത്ത CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മെഴുകുതിരിയിലെ വെളിച്ചം ആർക്കാണ് ആവശ്യമുള്ളത് അവർക്ക് വേണ്ടി അതുണ്ടാകും. സീറോ ടോളറൻസ് ഫോർ സെക്ഷൽ വയലൻസ് എന്നത് ഒരു വലിയ ക്യാമ്പയിനായി വരുമെന്നും സൈനോര. എത്തിയിരിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക്, ഒരു കാൻഡിൽ ലൈറ്റ് തെളിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആൻഡ് അത് ഉടനീളം ഉണ്ടാവും. ആ വെളിച്ചം ആർക്കാണോ ആവശ്യം അവർക്ക് കാൻഡിൽ ലൈറ്റ്സ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആശ അച്ചി, ജോളി ചിറയത്ത്, ശീതൽ ശ്യാം, ഭാഗ്യലക്ഷ്മി തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഈ വരുന്ന ഫെബ്രുവരി 28 അവൾക്കൊപ്പം എന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും. 24 കൊച്ചി. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി. രാവിലെയും രാത്രിയും ഓരോ മണിക്കൂർ വീതമാണ് സമയം ദീർഘിപ്പിച്ചത്. നിലവിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്ന പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെയായി നീട്ടി. നേരത്തെ ടൂറിസം മേഖലകളിൽ മാത്രമായിരുന്നു ബാറുകൾ രാത്രി 12 വരെ പ്രവർത്തിച്ചിരുന്നത്. മൈസ് ടൂറിസം ഈവന്റുകൾ നടക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ബാറുകൾക്ക് പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാം. വാർഷിക ലൈസൻസ് ഫീസിനൊപ്പം 5 ലക്ഷം രൂപ കൂടി അധികം അടയ്ക്കണം. തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഫ്രാൻസ് ധാരണ. മുംബൈയിലെ ലോക് ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. അതേസമയം എപ്സ്റ്റീൻ ഫയൽ വിവാദങ്ങൾക്കിടെ ഡൽഹിയിൽ നടക്കുന്ന ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് ബിൽ ഗേറ്റ്സിന്റെ ഓഫീസ് അറിയിച്ചു. ത്രിദിന സന്ദർശനത്തിനെത്തിയ ഇമ്മാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം ഉറപ്പാക്കി ഇന്ത്യ ഫ്രാൻസ് ബന്ധം ശക്തമാക്കാനാണ് ഉഭയകക്ഷി യോഗത്തിലെ ധാരണ. യോഗത്തിനു മുമ്പ് മുംബൈയിൽ ബോളിവുഡിൽ നിന്നുള്ള ചില പ്രമുഖരുമായും ഇമ്മാനുവൽ മാക്രോൺ കൂടിക്കാഴ്ച നടത്തി. അനിൽ കപൂർ, മനോജ് വാജ്പേയി, സോയ അക്തർ അടക്കമുള്ളവർ ഫ്രഞ്ച് പ്രസിഡന്റിനോടൊപ്പം സമയം ചെലവിട്ടു. അതേസമയം ഡൽഹിയിൽ നടക്കുന്ന ഇംപാക്ട് ഉച്ചകോടിയിൽ ബിൽ ഗേറ്റ്സ് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദവും ഇന്ന് കനത്തു. എപ്സ്റ്റീൻ ഫയലിൽ പരാമർശമുള്ളതിനാൽ ബിൽ ഗേറ്റ്സ് പങ്കെടുത്തേക്കില്ല എന്നതായിരുന്നു സൂചന. എന്നാൽ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇത് തള്ളി. കേന്ദ്ര സർക്കാർ എപ്സ്റ്റീൻ ഫയലിലെ ഇരകളോടൊപ്പമാണോ എന്ന് AICC വക്താവ് പവൻ ഖേര ചോദിച്ചു. കേന്ദ്രമന്ത്രി ഹർഷ്ദീപ് സിംഗ് പുരി നുണയനാണെന്നും 2014 ഹർഷ്ദീപ് സിംഗ് പുരി ജെഫ്രി എപ്സ്റ്റീനെ 9 തവണ കണ്ടെന്നും പവൻ ഖേര കുറ്റപ്പെടുത്തി. 24 മുംബൈ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. 2 പതിറ്റാണ്ടിന് ശേഷമാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവിടെ അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. আমি তারেক রহমান সশস্ত্র চিত্রে শপথ করিতেছি যে ജാതിയ സംഘത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ സൗത്ത് പ്ലാസയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. താരിഖ് റഹ്മാനൊപ്പം 49 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പങ്കെടുത്തു. 13 രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. തന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ബംഗ്ലാദേശ് വിദേശ നയത്തിന്റെ കാര്യത്തിൽ അന്തസ്സ്, സ്വാതന്ത്ര്യം എന്നിവ വീണ്ടെടുത്തുവെന്ന് വിടവാങ്ങൽ കുറിപ്പിൽ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന മുഹമ്മദ് യൂനുസ് പറഞ്ഞു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന 7 സഹോദരിമാരെക്കുറിച്ചും വിടവാങ്ങൽ കുറിപ്പിൽ മുഹമ്മദ് യൂനുസ് പരാമർശിച്ചു. 24 ഡൽഹി. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തം. കെട്ടിടത്തിന്റെ 2 നിലകൾ പൂർണ്ണമായി കത്തിനശിച്ചു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ആധുനിക വാഹനമടക്കം ദൌത്യത്തിനെത്തിച്ചു. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ സംഭവിച്ചു. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്കാണ് ഇനി.
തീ അണയ്ക്കാനുള്ള ശ്രമം മണിക്കൂറുകളായും തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണാൻ കഴിയും. ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് വൈകിട്ട് തൊട്ട് ഈ തീ ഇങ്ങനെ കത്തുന്നത്. ഇപ്പോൾ നിലവിൽ രക്ഷാ പ്രവർത്തകർ ചെയ്യുന്നത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം തകർക്കുകയും അതിനുള്ളിലൂടെ വെള്ളം പമ്പ് ചെയ്യാനുമാണ് നിലവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ തലത്തിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3ഉം 4ഉം നിലകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വലിയ തലത്തിലുള്ള ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും. കരിപ്പൂരിൽ നിന്നും എയർഫോഴ്സിന്റെ പ്രത്യേകം ഫയർ എഞ്ചിൻ അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികൾ ആയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും 19-ലധികം വരുന്ന യൂണിറ്റുകളും ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നാട്ടുകാരും സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ തലത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഇന്ന് വൈകിട്ട് മുതൽ ഇവിടെ ജയലക്ഷ്മി സിൽസിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഗിഗ് തൊഴിലാളികൾ പണിമുടക്കുകയാണ്. 3 ദിവസത്തെ ആപ്പ് ബഹിഷ്കരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം തുടങ്ങാനാണ് തീരുമാനം. നിശ്ചിത വേതനം നൽകുക, ലേബർ കോഡ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മറ്റന്നാൾ വരെയാണ് ഓൺലൈൻ ടാക്സി സംയുക്ത സമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഉബർ, റാപ്പിഡോ, ഒല തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ബഹിഷ്കരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. സൊമാറ്റോ, സ്വിഗ്ഗി, ആമസോൺ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും. സർക്കാർ നിശ്ചയിച്ച മിനിമം നിരക്ക് നടപ്പിലാക്കുക, പ്രതിദിന സബ്സ്ക്രിപ്ഷൻ തുക കുറയ്ക്കുക, ലേബർ കോഡ് നടപ്പിലാക്കുക, തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയവയാണ് സമരാവശ്യങ്ങൾ. ഓട്ടോയ്ക്കുള്ള റേറ്റിനേക്കാൾ വളരെ കുറവാണ് കാറുകാർ ഓടുന്നത്. ഏകീകൃതമായ ഒരു റേറ്റ് ഘടന പോലും ഇല്ലാതെയാണ് ഈ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇതിന് സർക്കാരാണ് ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത്. സർക്കാരാണ് ഇതിനെ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത്. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും അടിസ്ഥാന സൗകര്യം പോലും നിഷേധിക്കപ്പെടുന്നുവെന്നും പരാതിയുണ്ട്. പരമ്പരാഗത ടാക്സി തൊഴിലാളികളുമായി നടക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നു. സമരം ആരംഭിച്ചതിന് പിന്നാലെ കൊച്ചിയിൽ ഉബർ തൊഴിലാളികളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തി. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കമ്പനി അധികൃതർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ആവശ്യം പരിഗണിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. അതേസമയം ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ CITU സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. സർക്കാർ നേതൃത്വത്തിലുള്ള കേരള സവാരി കൂടുതൽ സർവീസുകൾ നടത്തും. 24 തിരുവനന്തപുരം. 2 വാർത്തകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കോവളം ഹവ ബീച്ചിന് സമീപത്ത് വിനോദസഞ്ചാരി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മഹാരാഷ്ട്ര സ്വദേശിനിയാണ് അൽക്ക രാജേഷ് തോലയാണ് മരിച്ചതെന്നുള്ള വാർത്ത വരുന്നു. മറ്റൊന്ന്, 2020 ലോകകപ്പിൽ നേപ്പാളിന് ജയം എന്നതാണ്. സ്കോട്ട്ലൻഡിനെ 7 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കി. സർവേയെക്കുറിച്ച് CPIന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു. നവകേരള സർവേക്ക് ഹൈക്കോടതിയുടെ ഫുൾ സ്റ്റോപ്പ്. പണം അനുവദിച്ചതിലും പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയിലും സംസ്ഥാന സർക്കാരിന് പിഴച്ചു. പദ്ധതിക്ക് ധനകാര്യ കമ്മീഷന്റെ അംഗീകാരമില്ലായിരുന്നുവെന്ന് കോടതി. CPIMന് നേരെയും കോടതിയുടെ ഗൗരവ പരാമർശങ്ങൾ. നവകേരള സർവേക്ക് മന്ത്രിസഭാ അംഗീകാരം നൽകുന്നതിന് മുൻപ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി അണികൾക്ക് പദ്ധതിയെക്കുറിച്ച് കത്തയച്ചു. CPIM പ്രവർത്തകരെ പോർട്ടലിൽ കുത്തിനിറക്കാൻ ശ്രമം നടന്നെന്ന ഹർജിക്കാരുടെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ കത്തെന്നും കോടതി. സർക്കാരിന് കരണത്തെറ്റടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ്. സർക്കാരിൻ്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFIക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവർ സർവേ നടത്താൻ പോണത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ മുഖത്ത് ഏറ്റവും ഒരു കനത്ത പ്രഹരമാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്ന നിയമമന്ത്രി P. രാജീവ്. റദ്ദാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. KSU നേതാക്കളായ അലോഷ്യസ് സേവിയർ, മുബാസ് എന്നിവരാണ് ഹർജി നൽകിയത്. 20 കോടി രൂപയാണ് നവകേരള സർവേ പദ്ധതിക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ പങ്കെടുത്ത് VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന A. സുരേഷ്. KPCCയുടെ സംസ്കാര സാഹിതിയിൽ മുഖ്യാതിഥിയായി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറും എത്തി.
പാലക്കാട് പുതുയുഗയാത്രയുടെ വേദിയിലെത്തിയ എ സുരേഷിനെ VD സതീശൻ തന്നെ ഷോളണയിച്ച് സ്വീകരിച്ചു. 10 വർഷക്കാലത്തെ ഈ ദുർഭരണം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്ന സുദിനങ്ങളാണ് ഈ വരാനിരിക്കുന്നത്. 13 വർഷം താൻ അനുഭവിച്ച വേദന അവസാനിക്കുന്നുവെന്ന് എ സുരേഷ്. 100 തവണ അപ്പീൽ കൊടുത്താലും എന്നെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് എന്റെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞത്. 13 കൊല്ലമായി ഞാൻ അനുഭവിച്ച വേദന ഇന്നലത്തോടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സസ്പെൻസ് ബാക്കി നിർത്തിയാണ് പ്രേംകുമാർ കോൺഗ്രസ് വേദിയിലെത്തിയത്. കോട്ടയത്ത് നടന്ന KPCC സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു പ്രേംകുമാർ. സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ: അങ്ങനെ ഒരു ഓഫറും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. നാളെ എന്ത് സംഭവിക്കുന്നുള്ള നാളെ നമുക്ക് കാണാം. മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെയും കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെയും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം 24 പാലക്കാട്. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ വികാര നിർഭരനായി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള. ബഹുസ്വരതയും നാനാത്വവുമാണ് ഇന്ത്യയുടെ ശക്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹിന്ദു മുസ്ലിം വേർതിരിവില്ലാതെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും ഫറൂഖ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വികസന കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ വൈകാരിക പ്രസംഗം. രാജ്യം കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഫെഡറലിസം ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. If Gandhi arises again, he'll be ashamed of what has happened to this nation. ഭീകരപ്രവർത്തനത്തെ അമർച്ചയാനെന്ന് പറഞ്ഞാണ് ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളഞ്ഞത്. യുദ്ധം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാവില്ല. ഹിന്ദു മുസ്ലിം വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി പ്രശ്നങ്ങളെ നേരിടണമെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. They blew this drum all over the nation and you bought it. But now I ask you, from August 2019, has terrorism disappeared? Has it gone? Have you forgotten Pulwama? വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കുന്നതിനെ പറ്റിയും ഫറൂഖ് അബ്ദുള്ള സംസാരിച്ചു. Then this song came up against the terrorizing people. Today you should know who are terrorizing the nation. And sing this loud and with pride, so that these people who think they can suppress us and destroy the democratic India will realize that the soul of nation is alive and will remain alive and will succeed one day. വേദിയിലെത്തിയ ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്തു. കശ്മീരിൽ നിന്നുള്ള ഉപഹാരവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. 24 തിരുവനന്തപുരം. പരിപാടിക്കെത്താത്തതിന് മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദൃശ്യമാധ്യമ ക്യാമറകൾ കാണുന്നില്ല, നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ തമസ്കരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കണ്ണൂർ പിണറായി വേങ്ങാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീഴത്തൂർ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചുവെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക, ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. JEE മെയിൻ ആദ്യ സെഷൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും വിജയഗാഥ രചിച്ച് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കേരളത്തിലെ ആദ്യ 5 സ്ഥാനങ്ങൾ പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. JEE മെയിൻ 2026 ആദ്യ സെഷൻ ഫലം പുറത്തുവന്നപ്പോൾ കേരളത്തിൽ വീണ്ടും അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. തൃശൂർ നാട്ടികയുടെ അഭിമാനമായി മാറിയ വൈഷ്ണവ് ENK 99.98 എന്ന മികച്ച സ്കോറോടെയാണ് കേരളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കൃതീഷിന്റെയും സന്ധ്യ കൃതീഷിന്റെയും മകനാണ് വൈഷ്ണവ്. ദേവമാത CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് വൈഷ്ണവ് ബ്രില്യന്റിൽ പരിശീലനം നേടിയത്. വൈഷ്ണവിന് പിന്നാലെ ആദ്യ 5-ൽ ഇടം പിടിച്ചത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. തിരുവനന്തപുരം സ്വദേശി കിഷൻ ശിവദാസ് 2ാം സ്ഥാനവും
ആലപ്പുഴ മാവേലിക്കര സ്വദേശി നിരഞ്ജൻ ജയപിള്ള 3ാം സ്ഥാനവും നേടി. 4ാം സ്ഥാനത്ത് എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും 5ാം സ്ഥാനത്ത് മൂവാറ്റുപുഴ സ്വദേശി ആൽഫ്രഡ് ജെൻസണും ഇടം പിടിച്ചു. കേരളത്തിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയവരിൽ ഡേവിസ് എസ് ജോണും ലക്ഷദ്വീപിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ റയൻ സാക്കിയും 1ാം സ്ഥാനം നേടി. വിദ്യാർത്ഥികളുടെ കൃത്യമായ പ്ലാനിംഗും കഠിനാധ്വാനവും മികച്ച പരിശീലനവുമാണ് വിജയത്തിന് പിന്നിലെന്ന് ബ്രില്യന്റ് മാനേജ്മെന്റ് പ്രതികരിച്ചു. ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.